കർത്താവായ ദൈവത്തിന് നമുക്ക് സ്തോത്രം ആലപിക്കാം. കാരണം പുതിയൊരു വർഷം കൂടി കാണുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. പുതിയ വർഷം പുതിയ പ്രതീക്ഷകളുടെ, പുതിയ തീരുമാനങ്ങളുടെ കാലമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് നേടാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും, കഴിഞ്ഞ വർഷം പാളിപ്പോയ പല തീരുമാനങ്ങളും ഈ വർഷം നമ്മൾ വീണ്ടും പുതുക്കുകയാണ്. സെമിനാരി പഠനത്തിനൊക്കെ ശേഷം പുരോഹിതനാകുന്ന വേളയിൽ ആത്മീയ പിതാവായിരുന്ന അച്ഛൻ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒത്തിരി തീരുമാനങ്ങൾ എടുക്കും. We will take many decisions in our life. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയെ പ്രതി നമ്മൾ എടുക്കുന്നതാണ്. പക്ഷെ ചിലതെല്ലാം നമുക്ക് പാലിക്കുവാൻ കഴിയില്ല, ചിലതൊക്കെ നമുക്ക് പാലിക്കുവാനായി സാധിക്കും. പാലിക്കുവാൻ കഴിയാതെ പോകുന്ന തീരുമാനങ്ങളെ ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. പാലിക്കുവാൻ കഴിഞ്ഞ തീരുമാനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. എന്നിട്ട് വീണ്ടും തീരുമാനമെടുക്കുക. വീണ്ടും തീരുമാനമെടുത്ത് മുൻപോട്ട് പോവുക. അതിശക്തമായി നീ നിന്നെ തന്നെ പരിശീലിപ്പിക്കുക. ഡിസിപ്ലിൻ യുവർ സെൽഫ്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം ആദ്യമേ എടുക്കാം. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എത്ര പാളിപ്പോയാലും കർത്താവെ നിന്നിൽ ആശ്രയിച്ച് ഒരു മടിയും കൂടാതെ വീണ്ടും പുതിയ തീരുമാനം ഞാൻ എടുക്കും. കാരണം അങ്ങയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന മറ്റാരുമില്ല. കർത്താവെ, അങ്ങയിലേക്ക് ഞാൻ വരുന്നു. ഈ പുതിയ വർഷം അങ്ങയെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങയുടെ കൂടെ നടന്ന്, അങ്ങയെ കൂടെ നിർത്തി ഈ വർഷത്തിലെ എല്ലാം നേടുവാൻ, ഈ വർഷത്തിലെല്ലാം വിജയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. 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 നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളോ അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളോ അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ആദ്യവും അന്ത്യവുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ആദ്യവും അന്ത്യവും
നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോരേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളോ അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളോ അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നല്ല ദൈവമേ, ഈ പുതിയ വർഷത്തിൽ അങ്ങയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തുന്നു. അങ്ങയെ സ്നേഹിക്കാതെ ഞങ്ങൾ വഴിമാറിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ പരിതപിക്കുന്നു. എത്രയേറെ തവണ ഞങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അങ്ങയുടെ വഴിയിൽ നിന്ന് മാറി ഞങ്ങൾ ചരിക്കുകയില്ല എന്ന്. ചിലപ്പോഴൊക്കെ പരാജയ ബോധത്താൽ ഞങ്ങൾ വീണ്ടും പരിശ്രമിക്കാതിരിക്കുന്നുണ്ട്. എന്നെക്കൊണ്ടാവില്ല, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ. മകനെ, മകളെ, ഈശോ പറയുന്നു, അങ്ങനെയല്ല, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്നെ രക്ഷിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ദൈവമായ ഞാൻ, നീ തയ്യാറാണെങ്കിൽ പിടിച്ചുയർത്താൻ ഞാൻ നിന്റെ അരികിലുണ്ട്. നമുക്ക് ചിന്തിക്കാം, നമ്മൾ തയ്യാറാണോ? വീഴ്ചകൾ എത്രയും ആകട്ടെ, എത്രയും ആഴമുള്ളതാകട്ടെ, അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും നടക്കുക. ചിലപ്പോൾ വീണ്ടും പരാജയപ്പെട്ടേക്കാം, പക്ഷെ മനസ്സ് പതറരുത്. വീണ്ടും എഴുന്നേൽക്കുക. വീണ്ടും 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 എഴുന്നേറ്റ് ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക് നടക്കുക. ദൈവമേ, ഈ പുതുവർഷം അങ്ങയോട് ചേർന്ന് നിന്ന് അനുഗ്രഹപ്രദമാക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ ആത്മീയ സമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സെയിന്റ് പോൾ is speaking about the spiritual warfare, ആത്മീയ യുദ്ധം. ഈ പുതിയ വർഷത്തിൽ നാം എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്. കാരണം ഈ കാലഘട്ടം നമ്മുടെ ആത്മാവിനെ തകർക്കുന്നതെല്ലാമായി നമ്മുടെ വിരൽ തുമ്പിൽ, നമ്മുടെ ചുറ്റോട് ചുറ്റും പിശാച് നമ്മെ കാത്തിരിക്കുകയാണ്. But he is a defeated fighter. പിശാച് പരാജയപ്പെട്ട ഒരു പോരാളിയാണ്. ക്രിസ്തുവിൻ്റെ കുരിശ് അവൻ്റെ തലയിലൂടെ ഇറക്കി അവനെ തകർത്തതാണ്. ഹി ഈസ് എ ഡിഫീറ്റഡ് ഫൈറ്റർ. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ മതി. ബൈബിളിൽ ആദ്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ പിതാവായ ദൈവം മോശയിലൂടെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് എത്തിക്കുന്നുണ്ട്. ജോഷുവയുടെ നേതൃത്വത്തിലാണ് കാനാൻ ദേശത്ത് കടക്കുന്നത്. കാനാൻ ദേശം ദൈവം ഇസ്രായേലിയർക്ക് സമ്മാനമായി കൊടുത്തു. എന്നിട്ട് ജോഷുവയോട് പറഞ്ഞു, ഇതാണ് ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന കാനാൻ ദേശം. പക്ഷേ അവിടെ ഇന്ന് അധിവസിക്കുന്നവരെ നീ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തണം. ഈ ദേശം മുഴുവനും ഞാൻ നിനക്ക് അധീനമായി തന്നിരിക്കുകയാണ്. ഐ ഹാവ് ഗിവൺ ദിസ് ലാൻഡ് ടു യു. ഇത് നിങ്ങളുടേതാണ്. പക്ഷേ ഇവിടെയുള്ളവരെ തുരത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. ബട്ട് യു വിൽ നെവർ ബി അലോൺ. ഐ ആം വിത്ത് യു. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. യുദ്ധം ചെയ്യുന്നത് ഞാനാണ്. ബട്ട് യു ഹാവ് ടു ഡു ദ ഫൈറ്റ്. പ്രിയമുള്ളവരെ, പിശാചിനെയും പാപത്തെയും തിന്മയെയും ദൈവം നമുക്ക് യേശുക്രിസ്തുവിലൂടെ കൂദാശകളിലൂടെ അധീനമാക്കി തന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാ പാപ സാഹചര്യങ്ങളെയും നമ്മൾ തുരത്തി ഓടിക്കണം. ഈശോ നമ്മുടെ കൂടെയുണ്ട്.
പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം ആത്മീയ യുദ്ധത്തിൻ്റെ കാലഘട്ടമായി നമുക്ക് സ്വീകരിക്കാം. സ്പിരിച്വൽ വാർഫെയർ നടത്താൻ നമുക്ക് വിഷമം തോന്നരുത്, മടി തോന്നരുത്. സ്വർഗത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ആത്മീയ സമരം നടത്താം. ആത്മീയ യുദ്ധം ജയിച്ച് സ്വർഗം നമുക്ക് സ്വന്തമാക്കാം. यीशु मेरे युगों के प्रभु, यीशु मेरे सृष्टिकर्ता, यीशु मेरे युगों के प्रभु, यीशु मेरे ऊंचा है तेरा नाम, स्तुति पे विराजमान, चंगा करने वाला, राजाओं का राजा आता
എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് എൻ്റെ ഇടയനാണ്. ഇടയനായ ഈശോയെ, ഈ പുതുവർഷക്കാലത്തിൽ ഞങ്ങളുടെ ആത്മീയ യുദ്ധസമയത്ത് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മാലാഖമാരെ അയച്ച്, കാവൽദൂത സൈന്യഗണങ്ങളെ അയച്ച് വിശുദ്ധരുടെ സംരക്ഷണം നൽകി ഈ ഭൂമിയിലെ ഞങ്ങളുടെ ഈ സഹനസഭയുടെ കാലഘട്ടത്തിൽ, സമരസഭയുടെ കാലഘട്ടത്തിൽ ആത്മീയ സമരം ചെയ്യുന്നവരായി, ആത്മീയ യുദ്ധം ചെയ്യുന്നവരായി അഭയശിലയായ അങ്ങയോട് ചേർന്ന് നിന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ ഞങ്ങളുടെ സ്വന്തം അമ്മേ, തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. മാമോദീസ സ്വീകരിച്ച്, സ്ഥൈര്യലേപനം സ്വീകരിച്ച് മുതിർന്നവരായ നാമൊക്കെ നിലനിൽപ്പിൻ്റെ വരത്തിൽ നിൽക്കണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ ആത്മീയ പിതാക്കന്മാർ പറയുന്ന 4 കാര്യങ്ങളുണ്ട്. തുടരെ തുടരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക, തുടരെ തുടരെ കുമ്പസാരിക്കുക, ദിവസവും വചനം വായിക്കുക, ധ്യാനിക്കുക, കഴിയുമ്പോഴൊക്കെ ജപമാല ചൊല്ലുക. ഈ 4 തൂണുകളിന്മേൽ നമ്മുടെ ആത്മീയ ജീവിതമാകുന്ന വലിയ കെട്ടിടം നമുക്ക് പണിതുയർത്താം. ഈ 4 pillars of faith, വിശുദ്ധ കുർബാന, കുമ്പസാരം, ജപമാല, വചന വായന, ധ്യാനം. പ്രിയമുള്ളവരെ, കൃപയിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും കർത്താവിനോട് മാപ്പപേക്ഷിച്ച് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നടക്കുന്ന, വിശുദ്ധിയിലേക്ക് നടക്കുന്ന ഒരു ജീവിതം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, അധ്വാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തൻ നാഥന്റെ കരവിരുതേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തൻ നാഥന്റെ കരവിരുതേ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും
പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തന് തുല്യരായി ആരുമില്ല. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തന് തുല്യരായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ. सृष्टिकर्ता यीशु मेरे, युगों के प्रभु यीशु मेरे. सृष्टिकर्ता यीशु मेरे, युगों के प्रभु यीशु मेरे. ऊंचा है तेरा नाम, स्तुति पे विराजमान, चंगा करने वाला, राजाओं का राजा.